ഇത് വേണോടാ. ഇതല്ല നമ്മുടെ മുന്നിൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? വെള്ളം അടിച്ച് ഇതിനകത്ത് കയറില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലടാ. അത് പറയാൻ നീ സുപ്രീം കോടതി ജഡ്ജിയോ? ഇതുപോലുള്ള റിസോർട്ടും പണിച്ച് ഒരു പട്ടാളച്ചിട്ട് വെച്ച് എന്നെ പോലെയുള്ള പാവങ്ങളെ കൊണ്ട് അടിമപ്പണിയടിച്ച് സുഖിച്ച് ജീവിക്കണ പട്ടികളെ. നിനക്കൊക്കെ ഇവിടെ കുടിച്ച് കൂത്തോടെ എന്തോ പെണ്ണും പിടിക്കാം. പാവപ്പെട്ട ഞാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് മായങ്ങളുടെ ഫോട്ടോ അല്ലെന്ന് ആ മനസ്സ് വായിക്കണ തെണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചോ? ഇപ്പൊ എന്താടാ നീ ആരാണ് എന്തായി കാണിക്കുന്നത്? നീ നടങ്ങ്. നിനക്ക് അവിടെ കിടക്കണ ശവം ബോധം വരെ പണിയിട്ട് പോക്കോളൂ. വേണ്ട വേണ്ട നോക്കുമ്പോ തലേ കയറാൻ വന്നേ. ഞാനിത് പോസ്റ്റ് ചെയ്യാം. നീ എന്തായാലും ചെയ്യും. അഡ്രസ് കൂടി വെക്കണോടാ. ഫോൺ നമ്പർ ഉണ്ടല്ലോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇത് അപ്ലോഡ് ആവുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ. നീ ഒന്നുകൂടെ ട്രൈ. എൻ്റെ നേരത്തെ ഒരു കണ്ടു. നീ അത് അപ്ലോഡ് ചെയ്യും. ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ. എന്താ ഇഷ്യൂ? നിനക്കൊരു ഭാവമാറ്റം. ഇവനിത് എന്തിന്റെ പാത കയറിയതാ? ഇതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഈ പള്ളി വിട്ടു പോവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് എഴുന്നേൽക്ക്. അച്ഛൻ ഞങ്ങളെ കൈവിടല്ലോ അച്ഛോ. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിലെന്താ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടച്ചോ? ഇവരെന്നെ പറഞ്ഞില്ലേ, 3 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ, എന്തിന്, എന്ത് നേടി. അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇയാളെ ഞാനിന്ന് കൊല്ലുവച്ചു. കണ്ണി ചോറിട്ടോടെ തനിക്ക്. സോറി, ഞങ്ങൾക്കറിയില്ല. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കും. കാല് പിടിക്കാൻ. എന്നിട്ടെന്താ കാല് പിടിക്കാത്ത? അവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ജോ. ഐ എം സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, എനിക്കുണ്ടായിരുന്നത് ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. മേ ബി ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ട്രൈഡ്, ബട്ട് ഐ എം സോറി. ഞാൻ പോട്ടെ ചോ. വിശ്വാസമില്ല അല്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. ബൈ. നൈസ് മീറ്റിംഗ് യു.
ഡോൺ ബോസ് അമ്പും വില്ലും മെന്റലിസം മൈക്രോ എക്സ്പ്രഷൻ തേങ്ങ കൊല മാങ്ങ തൊലി എന്തൊക്കെയായിരുന്നു. നിങ്ങളിത് എന്തൊരു ഇരിപ്പാ, പോയി കുളിച്ച് ഫ്രഷാവാൻ നോക്ക്. കുളിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ചോ. സ്തുതിയുണ്ട് അച്ചോ. മേരി എന്താ രാവിലെ തന്നെ? ജോൺ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ, ഇന്നലെ രാത്രി പോയതാണല്ലോ. അവനവിടെ എത്തിയില്ലേ? അല്ല, അവന്റെ ബാഗൊക്കെ അവിടെ ഉണ്ടോ നോക്കിയായിരുന്നു? വെറുതെ ഒരു സമാധാനത്തിന് വന്നാണ് അച്ചു. എനിക്കറിയാം അവൻ പോയി. ചെല്ലട്ടെ അച്ചു. പോയോ? എങ്ങോട്ട് പോയി? എനിക്കറിയോ? ഈ പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ. ഇങ്ങനൊന്നും നടക്കാൻ യാതൊരു സാധ്യതയില്ല. ടേക്ക് മൈ വേർഡ് ഫോർ ദിസ്. ഇതിപ്പോ മൊത്തം എത്ര ഏക്കറാ? ഒരേക്കറിൽ നിന്നൊരു 2 സെന്റ് കുറയും. വലിയ അതുപോലെ കുറയൂട്ടാ. അല്ല, ഫുൾ പ്രോപ്പർട്ടി സീ ഫേസിംഗ് ആണ്. സംഗതി ഇത് ലാഭത്തിലാണെങ്കിലും ഞങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഫുൾ ടൈം നിൽക്കാനുള്ള സമയം വേണ്ടേ? അത് മാത്രമല്ല, ഇവൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം തിരിച്ചു പോകാനുള്ളതാണ്. അതെ, അമേരിക്കയിൽ എവിടെയാ? അമേരിക്കയിൽ ഷിക്കാഗോ. ചിക്കാഗോ. ഞാൻ പോറണ്ട്. പൂൾ എവിടെയെന്നാ പറഞ്ഞേ? പൂൾ അവിടെ set. വരൂ. കർത്താവേ, എത്ര വേണേലും കളിച്ചോട്ടെ, വാങ്ങിച്ചാൽ മതി. സംഭവം കൊള്ളാലോ. ഇൻഫിനിറ്റി പൂളാ. സാബുചേട്ടൻ ഒന്ന് ഇറങ്ങി കുളിച്ചു നോക്കി. ഇപ്പോളാ ആണേ, വേണേ ഞങ്ങളും കൂടാ. അവൻ കൂടും. വൈഫായിട്ട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫിഷിംഗ് ബോട്ടൊക്കെ ഇപ്പൊ ഭയങ്കര തൊല്ലാന്നേ. പണിക്കാരെ കിട്ടാൻ തൊല്ല, വിറ്റിട്ട് വല്ല സെമിനാരി പോകൂടെ. മീൻ മിറ്റ കാശ് കിട്ടാൻ തൊല്ല, തൊല്ലോട് തൊത്തല്ല. പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ സാബു ചേട്ടാ? സാബു ചേട്ടന് വല്ലപ്പോഴും വന്ന് റിലാക്സ് ചെയ്യാൻ ഇത് കറക്റ്റ് പ്ലേസ് ആയിരിക്കും. കറക്റ്റ്. ചേട്ടന് മാത്രമല്ല, ചേച്ചിക്കും. പിന്നെ ഈ സാധാരണ റിസോർട്ടിലൊക്കെ പ്രേതബാധ ഉണ്ടെന്ന് പറയൂല്ലോ, ഇത് അതൊന്നും ഇല്ലല്ലോ. നശിപ്പിച്ച്. അപ്പൊ കുട്ടാ